ഹായ് യൂട്യൂബ്. നമസ്കാരം. സോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ക്ലാസ്സസ് ആൻഡ് സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിച്ചു. അപ്പോൾ ക്ലാസ്സസ് ആൻഡ് സ്ട്രക്ചേഴ്സ് വെച്ച് നമുക്ക് നമ്മുടെ കസ്റ്റം ഡാറ്റ ടൈപ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുക, ക്ലാസ് എ. അതിനകത്ത് ഞാൻ 3 ഡാറ്റ ടൈപ്സ് കൊടുക്കുന്നു, ഇൻറ്റിജർ ബി, അതുപോലെ തന്നെ ഫ്ലോട്ട് സി ആൻഡ് ക്യാരക്ടർ ഡി. ഓക്കെ, ഇങ്ങനെ ഞാൻ 3 വേരിയബിൾസ് ഉള്ള ഒരു കസ്റ്റം ഡാറ്റ ടൈപ്പ് എ എന്ന് പറഞ്ഞ് ഞാൻ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് എന് ഞാൻ പുതിയൊരു ഫോർ എക്സാമ്പിൾ എ ന്യൂ എ എന്ന് പറഞ്ഞ് ഞാൻ പുതിയൊരു കസ്റ്റം വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ ന്യൂ എ ആക്സസ് ചെയ്യാൻ നോക്കിയാൽ ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അതായത് ഒരു വേരിയബിളിലേക്കും നമുക്ക് ആക്സസ് ഇല്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു ക്ലാസ് ബൈ ഡിഫോൾട്ട് എല്ലാം പ്രൈവറ്റ് ആണ്. അപ്പോൾ ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ മെമ്പർ ഫംഗ്ഷൻസ് ഉപയോഗിക്കേണ്ടി വരും. അതായത് നമ്മൾ പബ്ലിക് ആയിട്ട് ഒരു മെമ്പർ ഫംഗ്ഷൻ എഴുതണം. പബ്ലിക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ബി എന്ന് പറഞ്ഞ വേരിയബിൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ പബ്ലിക് ഇൻറ്റിജർ ഗെറ്റ് ബി എന്നിട്ട് ഞാൻ റിട്ടേൺ ബി കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡോട്ട് സ്പെസിഫൈ ചെയ്താൽ നമുക്കിവിടെ ഗെറ്റ് ബി ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ക്ലാസ്സിനകത്ത് ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് ആൻഡ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് മെമ്പർ ഫംഗ്ഷൻസ് വെച്ച്. പക്ഷെ നമ്മൾ ഇതൊരു സ്ട്രക്ചർ ആണെങ്കിൽ നമുക്കിവിടെ ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ന്യൂ എ ഡോട്ട് കൊടുക്കുമ്പോൾ സി നമുക്ക് എല്ലാ മെമ്പർ വേരിയബിൾസും അതുപോലെ മെമ്പർ ഫംഗ്ഷനായിട്ടും ആക്സസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തിരിച്ചിത് ക്ലാസ് ആക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നമ്മൾക്ക് ഈ മെമ്പർ ഫംഗ്ഷൻസ് ഇല്ലാണ്ട് കൺസ്ട്രക്ടേഴ്സ് വെച്ചും നമുക്ക് ആക്ച്വലി ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇനി നമ്മൾ കൺസ്ട്രക്ടേഴ്സിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ എ എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്തായിരുന്നല്ലോ, നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ. അപ്പോൾ കൺസ്ട്രക്ടർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിം ഈ ക്ലാസിന്റെ നെയിം തന്നെയായിരിക്കും കൺസ്ട്രക്ടറിനും ഉണ്ടാവുക. അപ്പോൾ ഞാൻ എ എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ് പാരാന്തസിസ് ഇടണം. ഓക്കെ, ഇട്ടിട്ട് നമ്മൾ ഒരു വീണ്ടും കേർലി ബ്രേസസ് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് കൺസ്ട്രക്ടറിന്റെ ഫോർമാറ്റ്. എന്നിട്ട് നമുക്കിവിടെ അറിയാം നമുക്ക് 3 പ്രൈവറ്റ് വേരിയബിൾസ് ഉണ്ടല്ലോ, ബി സി ഡി. അപ്പൊ ഈ 3ലേക്കും നമുക്ക് വാല്യൂ കൊടുക്കണം അല്ലേ? അപ്പോൾ വാല്യൂ കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ 3നും വേണ്ടി പുതിയ വാല്യൂ ഞാനിവിടെ ഫംഗ്ഷൻ പോലെയാണ് ഈ കൺസ്ട്രക്ടർ. അപ്പൊ ഈ ഫംഗ്ഷനകത്തുള്ള പോലെ ഫംഗ്ഷനകത്ത് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്ന പോലെ കൺസ്ട്രക്ടറിനകത്തേക്കും വാല്യൂ പാസ് ചെയ്യുക. അപ്പോൾ ഇൻറ്റിജർ ന്യൂ ബി, അതുപോലെ തന്നെ ഫ്ലോട്ട് ന്യൂ സി, അതുപോലെ ക്യാരക്ടർ ന്യൂ ഡി എന്ന് പറഞ്ഞ് ഞാൻ 3 വാല്യൂസ് പാസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ഈ സ്കോപ്പിനകത്ത് നമുക്കിത് പ്രൈവറ്റ് ആണെങ്കിലും ആക്സസ് ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് ബി ഇവിടെ ആക്സസ് ഉണ്ടല്ലോ. അപ്പോൾ ബി ഈക്വൽസ് ടു ന്യൂ ബി എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ സി ഈക്വൽസ് ടു ന്യൂ സി ആൻഡ് ഡി ഈക്വൽസ് ടു ന്യൂ ഡി. ഇങ്ങനെ എനിക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ക്ലാസിന്റെ അതേ നെയിമുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതിനാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇത് കൺസ്ട്രക്ടർ എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുമല്ലോ. അതായത് നമ്മളൊരു വേരിയബിൾ നമ്മുടെ കസ്റ്റം ഡാറ്റ ടൈപ്പ് വെച്ച് ഒരു പുതിയ വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ ആ കൺസ്ട്രക്ടർ കോൾ ചെയ്യണം. അപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞേക്കണേ നോ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എക്സിസ്റ്റ്. നോ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എക്സിസ്റ്റ് എന്ന് പറയുന്നതിന്റെ കാരണം ഇതിപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത കൺസ്ട്രക്ടർ ആക്ച്വലി ഒരു വാല്യൂ പാസ് ചെയ്യുന്ന കൺസ്ട്രക്ടർ ആണ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയും. നമ്മൾ വാല്യൂസ് സ്പെഷ്യൽ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു സ്പെഷ്യലൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. പകരം നമ്മളിവിടെ പൊതുവെ നമ്മൾ ഇപ്പൊ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ, ഈ കൺസ്ട്രക്ടർ ഇല്ലായിരുന്നെങ്കിൽ ബൈ ഡിഫോൾട്ട് ആക്ച്വലി ഇവിടെ വേറെ ബൈ ഡിഫോൾട്ട് ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. അത് നമുക്ക് ആക്ച്വലി ഇവിടെ നമ്മൾ എഴുതണമെന്നില്ല. ബൈ ഡിഫോൾട്ട് C++ തന്നെ ഒരു കൺസ്ട്രക്ടർ ഇടും. അതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എ ക്ലാസ് നെയിം തന്നെയായിരിക്കും, ഫംഗ്ഷൻ പോലെ തന്നെ ഇങ്ങനെ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് C++ന്റെ ഫോർമാറ്റ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എഴുതുമ്പോൾ അത് ആക്ച്വലി പബ്ലിക്കും ആയിരിക്കും. അപ്പോൾ ഞാനിത് പബ്ലിക് ആക്കാൻ വേണ്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ പ്രൈവറ്റ് ഇട്ടു. ഓക്കെ, എന്നിട്ട് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇവിടെ പബ്ലിക് എന്ന് പറഞ്ഞിട്ടു. അപ്പൊ നമുക്ക് നോക്കിയേ, ഇപ്പൊ നമുക്കിവിടെ എറർ ഇല്ല, ഇത് പബ്ലിക് ആണ്. ഓക്കെ, ഇതാണ് ബൈ ഡിഫോൾട്ട് ക്ലാസ് നമ്മൾ എഴുതുമ്പോൾ സംഭവിക്കുന്നത്. ആക്ച്വലി കൺസ്ട്രക്ടർ ബൈ ഡിഫോൾട്ട് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഡിഫൈൻ ചെയ്യും. നമുക്കത് ആക്ച്വലി എഴുതേണ്ട ആവശ്യമില്ല. എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മളൊരു വേറൊരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് അത് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒരു കൺസ്ട്രക്ടർ എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പക്ഷെ വെറുതെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എഴുതണം. അപ്പോൾ ഞാനൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എഴുതി. നമ്മൾ പറഞ്ഞു കൺസ്ട്രക്ടേഴ്സ് പബ്ലിക് ആണ്. പബ്ലിക് അല്ലെങ്കിൽ നമുക്ക് വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ കീവേഡ്സ് നമ്മുടെ ഈ വേരിയബിൾസ് ഞാൻ പ്രൈവറ്റും ആക്കി. ഓക്കെ, കൺസ്ട്രക്ടേഴ്സ് പബ്ലിക്കും ആക്കി. ഇപ്പൊ നോക്കി, ബൈ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. ഇപ്പൊ നമ്മളിവിടെ പക്ഷെ എന്നാലും വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം വേരിയബിൾസ് എല്ലാം പ്രൈവറ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ആക്സസ് ചെയ്യും? ഇതിനകത്തിട്ട് വാല്യൂ സെറ്റ് ചെയ്യണമല്ലോ. നമ്മളിവിടെ ഒരു പുതിയ കൺസ്ട്രക്ടർ എഴുതി, പക്ഷെ നമുക്കത് എങ്ങനെ ആക്സസ് ചെയ്യാൻ
പറ്റും. അപ്പോൾ അതെങ്ങനെ ആക്സസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പാരാന്തസിസ് ഓപ്പൺ ആൻഡ് ക്ലോസ് പാരാന്തസിസിനകത്ത് വാല്യൂ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചുമ്മാ ഓപ്പൺ ആൻഡ് ക്ലോസ് പാരാന്തസിസ് മാത്രം ഇട്ടാൽ ഇപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസ്ട്രക്ടർ ആയിരിക്കും കോൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ 3 വാല്യൂസ് ഉള്ള കൺസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 3 വാല്യൂസ് പാസ് ചെയ്താൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3, 4.5f അതുപോലെ തന്നെ f എന്ന് പറഞ്ഞ് 3 വാല്യൂസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ കോൾ ചെയ്യുന്നത് ആക്ച്വലി ഈ കൺസ്ട്രക്ടർ ആണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തു. ഇപ്പൊ ഞാൻ ഈ കൺസ്ട്രക്ടറിൽ ഫോർ എക്സാമ്പിൾ 2 വാല്യൂസ് കൊടുത്തോളൂ എങ്കിൽ നമുക്ക് ഇത് വർക്ക് ആവില്ല. കാരണം ഇവിടെ നമ്മൾ 2 വാല്യൂസ് കൊടുത്തുകൊണ്ട് ആക്ച്വലി ഈ 2 വാല്യൂസ് ഇവിടെ പാസ് ചെയ്താൽ മാത്രമായിരിക്കും ഇത് വർക്ക് ചെയ്യുള്ളൂ. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ന്യൂ എ ഡോട്ട് ഞാനിവിടെ പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് പക്ഷെ വീണ്ടും ആക്സസ് ഇല്ല. അപ്പോൾ ഈ കൺസ്ട്രക്ടർ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനിഷ്യലൈസ് ചെയ്യാൻ മാത്രമായിരിക്കും കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേരും കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. നമ്മൾ വേരിയബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മാത്രം വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റും. അതിനാണ് കൺസ്ട്രക്ടർ. അതുപോലെ തന്നെ ഡിസ്ട്രക്ടർ ഉണ്ട്. ഡിസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ഡിലീറ്റ് ആക്കാനാണ്. ആക്ച്വലി ഈ വേരിയബിൾ നമ്മളിവിടെ വേരിയബിൾ ഡിഫൈൻ ചെയ്തല്ലോ, അപ്പോൾ അത് ഡിലീറ്റ് ആയി പോകുമ്പോൾ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്നതിനാണ് ഡിസ്ട്രക്ടർ ഉള്ളത്. അപ്പോൾ ഡിസ്ട്രക്ടറിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടിൽറ്റ് സൈൻ ഇട്ടിട്ട് നമ്മുടെ സെയിം ക്ലാസ് നെയിം തന്നെ കൊടുക്കും. എന്നിട്ട് നമ്മുടെ കൺസ്ട്രക്ടർ പോലെ തന്നെ എഴുതും. പക്ഷെ ഒരു ടിൽറ്റ് സൈൻ ഫ്രണ്ടിൽ ഉണ്ടാകും എന്ന് മാത്രം. ഇതാണ് കൺസ്ട്രക്ടറും ഡിസ്ട്രക്ടറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ സ്പെഷ്യലൈസ്ഡ് കൺസ്ട്രക്ടർ ഇല്ലായിരുന്നുവെങ്കിൽ ബൈ ഡിഫോൾട്ട് ക്ലാസിന്റെ ശരിക്കുള്ള ഫോർമാറ്റ് ഇതാണ്. ഒരു കൺസ്ട്രക്ടറും പബ്ലിക് ആയിട്ടുണ്ടാവും, ഒരു ഡിസ്ട്രക്ടറും പബ്ലിക് ആയിട്ടുണ്ടാവും. ഇങ്ങനെയായിരിക്കും ഒരു ക്ലാസിന്റെ ശരിക്കുള്ള ഫോർമാറ്റ്. നമ്മളിവിടെ വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് കൺസ്ട്രക്ടർ കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്പെഷ്യലൈസ്ഡ് കൺസ്ട്രക്ടറിൽ ആക്ച്വലി നമുക്ക് വാല്യൂ ഇങ്ങനെ ഡയറക്റ്റ്ലിയും കൊടുക്കാം, അല്ലെങ്കിൽ C++ൽ നമുക്ക് വേറൊരു ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ്ലി ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്ക് C++ൽ ഇനിഷ്യലൈസർ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഇനിഷ്യലൈസർ ലിസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വാല്യൂസ് പാസ് ചെയ്യും. പാസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വലി വാല്യൂസ് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഈ പാരാന്തസിസ് ക്ലോസിംഗ് പാരാന്തസിസ് കഴിഞ്ഞിട്ട് ഒരു കോളൻ ഇടുക. കോളൻ ഇട്ടതിന് ശേഷം നമ്മുടെ ഓരോ വേരിയബിൾസിന് അതിന്റെ വാല്യൂസ് ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ആ വേരിയബിൾ നെയിം കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഒരു ഓപ്പൺ ക്ലോസ് പാരാന്തസിസിനകത്ത് നമ്മുടെ ഈ വാല്യൂ കൊടുക്കുക. അപ്പൊ ന്യൂ ബി C ആണെങ്കിൽ ന്യൂ C, അതുപോലെ തന്നെ D ആണെങ്കിൽ ന്യൂ D എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ B ഈക്വൽസ് ടു ന്യൂ ബി, C ഈക്വൽ ടു ന്യൂ C, D ഈക്വൽ ടു ന്യൂ D അങ്ങനെ എഴുതുന്നതിന് പകരമാണ്. അതായത് B ഈക്വൽസ് ടു ന്യൂ ബി, അതുപോലെ C ഈക്വൽസ് ടു ന്യൂ C, D ഈക്വൽസ് ടു ന്യൂ D ഇങ്ങനെ എഴുതുന്നതിന് പകരമാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ആക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫോർമാറ്റും ഉള്ളത്. നമുക്ക് ഇങ്ങനെയും വാല്യൂസ് ഡയറക്റ്റ്ലി അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിത് ആക്സസ് ചെയ്യണമെങ്കിൽ സ്റ്റിൽ നമുക്കൊരു പബ്ലിക് ആയിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻസ് തന്നെ എഴുതണം. കൺസ്ട്രക്ടർ ജസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റർ ഫംഗ്ഷൻസ് ഇല്ലാണ്ട് ഡയറക്റ്റ്ലി ഈസിലി നമുക്ക് വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺസ്ട്രക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് വൺ ടൈം മാത്രമാണ്, അതായത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഗെറ്റർ ഫംഗ്ഷൻ തന്നെ വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് C ആക്സസ് ചെയ്യണം. അപ്പോൾ C ആക്സസ് ചെയ്യണമെങ്കിൽ Cനൊരു ഗെറ്റർ ഫംഗ്ഷൻ ഞാൻ എഴുതുന്നു. അപ്പോൾ ഫ്ലോട്ട് C റിട്ടേൺ C എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അപ്പോൾ നമുക്ക് ഇവിടെ ന്യൂ എ ഡോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഗെറ്റ് C എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആക്സസ് ചെയ്യാൻ പറ്റും. ഞാനിതിനെ പ്രിന്റ് ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് 4.5 നമ്മൾ വാല്യൂ പാസ് ചെയ്ത് കിട്ടി. അപ്പോൾ നമ്മളിവിടെ സ്പെഷ്യലൈസ്ഡ് കൺസ്ട്രക്ടർ പഠിച്ചു, പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്ടർ ഡിഫോൾട്ട് കൺസ്ട്രക്ടറും പഠിച്ചു, അതുപോലെ തന്നെ ഡിസ്ട്രക്ടറും പഠിച്ചു. അപ്പോൾ ഈ ഡിസ്ട്രക്ടർ ആക്ച്വലി എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ആക്ച്വലി ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കും. അത് നമ്മൾ ഹീപ്പ് ബേസ്ഡ് മെമ്മറി അലോക്കേഷൻ ഒക്കെ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഡിസ്ട്രക്ടറിനെ പറ്റി പഠിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇവിടെയും നമുക്ക് ഇനിഷ്യലൈസർ ലിസ്റ്റ് ഉപയോഗിക്കാം. ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ 3, 4.5 അതുപോലെ തന്നെ G എന്ന് പറഞ്ഞ് ഇങ്ങനെയും നമുക്ക് ഇനിഷ്യലൈസർ ലിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയും നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യാം. അപ്പോൾ ഇതും ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺസ്ട്രക്ടർ തന്നെ കോൾ ചെയ്യുന്നത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. നമുക്കൊരു ഡീബഗ് പോയിന്റ് വെച്ചൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. ഞാനിവിടെ ഒരു ഡീബഗ് പോയിന്റ് ഇട്ടു. ഓക്കെ, എന്നിട്ട് ഞാനിത് റൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ആദ്യം ഇപ്പോൾ ഡീബഗ് പോയിന്റ് വന്നേക്കുന്നത് ഇവിടെയാണ്, എയിനകത്താണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി മെമ്മറി വിൻഡോ എടുക്കുന്നു. ഡീബഗ് വിൻഡോസ് മെമ്മറി 1. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ന്യൂ എ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടല്ലോ. അപ്പോൾ ന്യൂ എ
എയിലേക്ക് ഞാൻ ഒന്ന് പോകുന്നു. അഡ്രസ് ഓഫ് ന്യൂ എ ഞാൻ കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു ന്യൂ എയിൻ്റെ അഡ്രസ്സിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എല്ലാം ആദ്യം ഇനിഷ്യലൈസ് ചെയ്തില്ല, ആദ്യം എല്ലാം എംപ്റ്റി ആണ്, കാരണം നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ഇൻഡു ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് ഇൻഡു ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മുടെ എക്സിക്യൂഷൻ ജമ്പ് ചെയ്തത് ഈ സ്പെഷ്യലൈസ്ഡ് കൺസ്ട്രക്ടറിൻ്റെ അങ്ങോട്ടാണ്, ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് നോക്കിയാൽ സ്റ്റിൽ സി തന്നെയാണ് നമ്മുടെ മെമ്മറി വിൻഡോയിൽ ഔട്ട്പുട്ട്. മെമ്മറി ഒന്നും ഇനിഷ്യലൈസ് ചെയ്തില്ല. ഇപ്പം പക്ഷേ നമുക്ക് ഇവിടെ വാച്ച് വിൻഡോയിൽ നോക്കിയാൽ നമ്മൾ വാല്യൂ പാസ് ചെയ്താണ് 3ഉം 4.5ഉം അതുപോലെ ജി ക്യാരക്ടറുമാണ്. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെയും സ്റ്റെപ്പ് ഓവർ ചെയ്യുന്നു. സ്റ്റെപ്പ് ഓവർ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, അത് ഈ ഇനിഷ്യലൈസർ ലിസ്റ്റിലേക്ക് വന്നു. ഇനിഷ്യലൈസർ ലിസ്റ്റിന്റെ ഇവിടെ എക്സിക്യൂഷൻ എത്തി. ഇനി ഞാൻ ഒന്നുകൂടെ സ്റ്റെപ്പ് ഓവർ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ BCD അതിന് വാല്യൂസ് അസൈൻ ആയത് കണ്ടോ. അതായത് ന്യൂബിയിലെയും ന്യൂസിലെയും ന്യൂഡിയിലെയും വാല്യൂസ് ഇപ്പൊ BCDക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ഇവിടെ മെമ്മറി വിൻഡോയിലും നോക്കിയാൽ കാണാം, ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് കാണാം. ഇവിടെ 3 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ആയത്, അതുപോലെ 4.5 ഇത് ഫ്ലോട്ടിംഗ് പോയിന്റിൽ റെപ്രസെന്റ് ചെയ്താണ് 4.5, അതുപോലെ ക്യാരക്ടർ G ഒക്കെ ഇവിടെ അസൈൻ അയക്കുന്നത് കാണാം. നമ്മൾ ഇനി നെക്സ്റ്റ് ലൈനിലേക്ക് പോകുമ്പോൾ ഓക്കെ, ഇപ്പൊ ന്യൂ എ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിഫൈൻ ആയി. ഇപ്പൊ ന്യൂ എനകത്ത് BCD ഉണ്ട്. അപ്പോൾ ഈ ബിയും സിയും ഡിയിലും വാല്യൂസ് അസൈൻ അയക്കുന്നത് നമുക്ക് കാണാം. ഇനി നമ്മൾ സ്റ്റെപ്പ് ഓവർ ചെയ്യുമ്പോൾ ന്യൂ എ ഡോട്ട് ഗെറ്റ് സി ഇത് നമുക്ക് പ്രിന്റ് ആയി. അപ്പോൾ നമ്മൾ കൺസോളിൽ ഇവിടെ ഔട്ട്പുട്ട് പോകുമ്പോൾ നമുക്കിവിടെ 4.5 പ്രിന്റ് അയക്കുന്നതും കാണാം. അപ്പോൾ ഇതാണ് കൺസ്ട്രക്ടർ ആൻഡ് ഡിസ്ട്രക്ടർ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീപ്പായിട്ട് വരുന്ന എപ്പിസോഡ്സിലൊക്കെ പഠിക്കാം. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ.